എമ്പുരാൻ സിനിമയുടെ പേരിൽ മോഹൻലാലിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങളിൽ നടപടിക്ക് ഡിജിപിയുടെ ഉത്തരവ്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സംഘപരിവാറിന്റെ സൈബർ ക്യാമ്പയിനിങ്ങിന് എതിരെ ഡൽഹി സ്വദേശിയായ സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് ഡിജിപിയെ സമീപിച്ചത്. പരാതിയിൽ അന്വേഷണത്തിന് ഡിജിപി ഉത്തരവിട്ടു. ആൾക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 196 പ്രകാരം ക്രൈം രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടപടികൾ തുടർന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജില്ലാ പോലീസ് മേധാവികൾക്കും ഇത്തരത്തിൽ ഉള്ള പ്രൊഫൈലുകൾ കണ്ടെത്തി, സൈബർ ആക്രമണം നടത്തുന്ന പ്രൊഫൈലുകൾ കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി നൽകിയത്. ശരത് ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത് ലാൽ, മോഹൻലാലിനെതിരെയും സൈബർ ആക്രമണം കടുക്കുന്നതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. പൃഥ്വിരാജിനെതിരെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിൽ നിന്ന് എടുത്തു മാറ്റണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സംഘപരിവാർ അനുകൂലികളുടെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത്. എന്തൊക്കെയാണ് ഈ അഭിഭാഷകൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്നലെ രാത്രിയാണ് അഭിഭാഷകനായ സുഭാഷ് കേരള DGPക്ക് ഇമെയിലൂടെ പരാതി നൽകിയിരിക്കുന്നത്. സ്ക്രീൻഷോട്ടുകൾ അടക്കം ഉൾക്കൊള്ളിച്ചുള്ള പരാതിയായിരുന്നു ഉന്നയിച്ചത്. അതേപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി ഓരോ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അതേപോലെ തന്നെ അധിക്ഷേപം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന് വഹിക്കുന്ന പദവിക്ക് നേരെ അധിക്ഷേപം ചൊരിയുക, ലഫ്റ്റനന്റ് കേണൽ പദവിക്ക് ഈ തലങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പരാതിയാണ്, വിശദമായ പരാതിയാണ് DGPക്ക് അയച്ചത്. DGP ഈ പരാതി തുടർ അന്വേഷണത്തിനും കേസെടുക്കുന്നതിനും വേണ്ടി കേരള പോലീസിന്റെ സൈബർ സെല്ലിന് കൈമാറുകയായിരുന്നു. ഇത് സംബന്ധിച്ച സൈബർ സെല്ലിന്റെ അറിയിപ്പും അഭിഭാഷകന് ലഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ല് അഭിഭാഷകനെ നേരിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ കേരളത്തിലെ മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ തിരക്കുകയും ആദ്യത്തെ കേസിനാസ്പദമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അഭിഭാഷകൻ നൽകിയ സൈറ്റുകളും ഫേസ്ബുക്ക് ഐഡികളും അതേപോലെ സോഷ്യൽ അക്കൗണ്ട് ഐഡികളും ഇപ്പോൾ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് തങ്ങൾ എന്നാണ് സൈബർ സെൽ പരാതിക്കാരനെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കടുത്ത നടപടി ഉണ്ടാവുമെന്നൊരു ഉറപ്പ് DGPയുടെ ഓഫീസിൽ നിന്നും അതേപോലെ സൈബർ സെല്ലിൽ നിന്ന് രേഖാമൂലം തന്നെ അഭിഭാഷകന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം മോഹൻലാലിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് തടയണം, ഇത്തരം അക്കൗണ്ടുകൾ പൂട്ടുകണം, അവർക്കെതിരെ കേസെടുക്കണം എന്നാണ് അഭിഭാഷകനായ സുഭാഷിന്റെ പരാതി. ഈ കാര്യത്തിൽ കേരള പോലീസ് അടിയന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ലക്ഷ്മി.